ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയം നല്ലതുപോലെ ചർച്ച ചെയ്യപ്പെടും. സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളും കേന്ദ്രത്തിൻ്റെ നിലപാടുകളും ആ നാടിൻ്റെ വികസനമൊക്കെ ചർച്ച ചെയ്യപ്പെടും. അതിനകത്ത് വ്യക്തികളുടെ എന്ന നിലയിലുള്ള പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് യാതൊരു കാരണവുമില്ലാതെ രാജിവെച്ച് പോയതിനുള്ള പ്രതിഷേധമല്ലേ വരിക. അതായിരിക്കും അതിൻ്റെ എഫക്റ്റ് വരിക എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചത്, എന്തായിരുന്നു കാര്യം എന്നുള്ളത് ജനം ചോദിക്കും. കാരണം അവിടെ എത്രയോ വലിയ വികസന കാര്യങ്ങൾ വരികയും ആ നാട്ടിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയൊക്കെ ചെയ്തതാണ്. ഞാനും കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു. ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ് തന്നെ ചെയ്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബഡ്ജറ്റ് കഴിഞ്ഞ് ഒരു മാസം മുമ്പാണ് അവിടെ ഒരു വലിയ ബൈപ്പാസിന് 230 കോടി രൂപയിലധികം അനുവദിച്ചത്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. നിലമ്പൂർ പോലെ ഒരു നമ്മുടെ മലയോര പ്രദേശത്ത് ധാരാളം നിർമ്മാണ കാര്യങ്ങൾ, വികസന കാര്യങ്ങൾ, തൊഴിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ജനങ്ങൾ കാണും. അതുകൊണ്ട് ഈ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയായിരിക്കും ജനങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ ഒരു വർഷത്തിൽ താഴെ ഉള്ളല്ലോ ഇനിയിപ്പോൾ ആകെ ഈ നിയമസഭയുടെ കാലം. ജനങ്ങളിതൊക്കെ ചിന്തിക്കും, ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് അനുകൂലമായി തന്നെ ജനങ്ങൾ വിധിയെഴുതുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊന്നും വ്യക്തികളെ നോക്കിയിട്ടല്ലല്ലോ, വ്യക്തികളല്ലല്ലോ ഇത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കേരളത്തിൻ്റെ പ്രത്യേകത എന്താണ്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളെക്കാളും സമാധാനവും പുരോഗതിയും ഉള്ളൊരു സംസ്ഥാനമായി നിൽക്കുന്നതൊക്കെ എല്ലാവരും കാണുകയാണല്ലോ. അതേ വരുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിനകത്ത് അതിൻ്റെ കൺവെൻഷനും യോഗങ്ങളും ഒക്കെ കൂടാൻ പോകുന്നേ ഉള്ളൂ. അതിനെപ്പറ്റി ഇന്ന് രാവിലെ അല്ലയോ ഈ അറിയിപ്പ് വന്നേ, തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു അന്തരീക്ഷം നിൽക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ടുള്ളൂ. ഞങ്ങളുടെ എല്ലാം LDFൻ്റെ കമ്മിറ്റി, ഞങ്ങളുടെ കമ്മിറ്റികൾ ഒക്കെ ഇനി കൂടുന്നതേ ഉള്ളൂ. പാർട്ടിയുടെ കമ്മിറ്റി സ്വാഭാവികമായി UDFനെ സംബന്ധിച്ചൊക്കെ അവരുമെല്ലാം കമ്മിറ്റി കൂടത്തല്ലേ ഉള്ളൂ. സ്ഥാനാർത്ഥികൾ വരുന്നതും ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ഇനിയേ വരിക. പക്ഷേ കൃത്യമായി ഇതിൻ്റെ രാഷ്ട്രീയത്തിന് പുതിയ ട്വിസ്റ്റൊന്നുമില്ല. ജനങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഏകദേശം ധാരണ ഉണ്ടാവും. അതനുസരിച്ച് തന്നെയായിരിക്കും അവിടുത്തെ ആളുകൾ തീരുമാനമെടുക്കുക.